എംസി റോഡിൽ ഇന്നലെയും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞൊരു 2 വർഷ കാലയളവ് കൊണ്ട് ഏകദേശം ഒരു 10-35ഓളം ആക്സിഡൻ്റാണ്, മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാതൃഭൂമി മനോരമ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ അപകടാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ കരിക്ക് മുതൽ ഈ കൈപ്പള്ളിമുക്ക്, പനവേലി കൈപ്പള്ളിമുക്ക് വരെ നിരന്തരം ആക്സിഡൻ്റാണ്. ഇന്നലെ തന്നെ 4:30 കൊല്ലം സ്വദേശിയായിട്ടുള്ള, പട്ടത്താനം സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം 2 വീലറിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. നേരെ ഓപ്പോസിറ്റ് വന്ന വണ്ടി, അദ്ദേഹം ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്, എന്തുവായാലും റോങ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടു, ബോധമില്ലായിരുന്നു. ഉടൻ തന്നെ എയ്ഡ് പോസ്റ്റിൽ അറിയിക്കുകയും പോലീസ് സംവിധാനം പെട്ടെന്ന് വരികയും ആംബുലൻസ് നമ്മൾ പെട്ടെന്ന് വിളിച്ച് ഉടൻ തന്നെ കൊട്ടാര താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം അവിടുത്തെ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തതിന് ശേഷം കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയായിരുന്നു. അതിനുശേഷം സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം 9:30 മരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ തീരാ നഷ്ടമാണ്, വലിയ ആക്സിഡൻ്റാണ്. കാരണം ഏകദേശം ഈ 2 വർഷ കാലയളവ് കൊണ്ട് 10-38ഓളം മരണങ്ങളും ആക്സിഡൻറ്റുമാണ് നടന്നിട്ടുള്ളത്. കാരണം ഈ 2 വർഷം ആയില്ല കൊട്ടാരക്കര നമ്മുടെ സദാനന്ദപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥി അടക്കം മരിച്ചിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവരും പോലീസ് സംവിധാനത്തിലാണ്. കാരണം അത്രത്തോളം അപകടമാണ്. കാരണം ബഹുമാന്യ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 2 ഹമ്പുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ സദാനന്ദപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ താഴായിട്ടും അതോടൊപ്പം തന്നെ പനവേലി LPS സ്കൂളിൻ്റെ ഭാഗത്തായിട്ടും 2 ഹമ്പുകളുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് മാറ്റിയപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ KSTP സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ കത്തുന്നില്ല. ആ കത്താത്തത് തന്നെ രാത്രിയിൽ വലിയ അപകടാവസ്ഥയാണ്. കഴിഞ്ഞ ഒരാഴ്ചയും മരണം ഈ കക്കാട് ജംഗ്ഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടുള്ള അപകടങ്ങളാണ്. കാരണം അതുകൊണ്ട് KSTP ഈ അപകടം ഒഴിവാക്കൂ, നാടിനെ രക്ഷിക്കൂ എന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മളിലുണ്ടല്ലോ. ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള സിഗ്നൽ ലൈറ്റുകളോ അല്ലെങ്കിൽ ബാനറുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോർഡുകളോ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്പീഡ് കുറയ്ക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നോക്കൂ, 6:30 മണിയായി, ഇപ്പോഴും ആ ലൈറ്റുകൾ കത്തുന്നില്ല. സോളാർ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 20ഓളം ലൈറ്റുകളുണ്ട്, അത് കത്തുന്നില്ല. അത് കത്തിക്കാനുള്ള നടപടി KSTPയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം ഞങ്ങൾ ഇപ്പോൾ അപ്പുറത്തെ വാർഡിൻ്റെ ജനപ്രതിനിധിയും സദാനന്ദപുരം വാർഡിൻ്റെ ജനപ്രതിനിധി ഞാനടക്കം നിരന്തരം ഞങ്ങൾ ഈ KSTPയോട് പറഞ്ഞിട്ട് പോലും അവർ ഉദാസീനതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് കത്തിച്ചാൽ മാത്രമേ ഈ അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവൂ. അതോടൊപ്പം തന്നെ ഈ കക്കാട് ജംഗ്ഷൻ നിരന്തരം ആക്സിഡൻ്റാണ്. ഇപ്പോൾ ബഹുമാന്യ MLAയോട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഒരു ഹൈമാസ് ലൈറ്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവിടെ വെക്കാനുള്ള നടപടിയിലാണ് നമ്മൾ ഓരോരുത്തരും. അതോടൊപ്പം തന്നെ ഉമ്മന്നൂർ പഞ്ചായത്തിൽ നിന്ന് ഇരണ്ണൂർ അമ്പലക്കര പ്രദേശത്തെ മുഴുവൻ യാത്രക്കാരും ഈ കക്കാട് ജംഗ്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ പഴയകാല ഒരു ബസ് സ്റ്റോപ്പാണ് നിലവിലുള്ളത്. ഈ KSTPയുടെ പുനഃസംഘടന, KSTPയുടെ നിർമ്മാണം വന്ന സമയത്ത് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു, ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളത്. കാരണം അത്രത്തോളം ആളുകളാണ് വന്നിട്ടുള്ളത്. അതിന് പകരം 2 ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്ന് കരിക്കൻ മേഖലയിൽ സ്ഥാപിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വികസനം അതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന പ്രാദേശികപരമായിട്ടുള്ള വികസന ഫണ്ടുകളിൽ നമുക്കടക്കം പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഈ KSTPയുടെ ഭാഗത്ത് നിർമ്മിക്കണമെങ്കിൽ അവരെ കൺസെൻ്റ് അടക്കം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ KSTP അതിന് മുഖം തിരിഞ്ഞ് നിൽക്കാതെ പ്രാദേശികപരമായിട്ടുള്ള വികസന ഫണ്ടിൽ നിന്ന് പോലും നമുക്കൊരു ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കണം. അതുകൊണ്ട് അതിനുള്ള അനുമതി അടക്കം KSTP തരണമെന്നും കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെയായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഇരുട്ടിൻ്റെ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഹൈമാസിൻ്റെ കാര്യം MLA ആയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ആ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്ത് ആട്ടോ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ആട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ നിലവിൽ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്നത്. അപ്പോൾ ഇരുട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അവിടെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് കേട്ടിട്ടുണ്ട്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി അതിൻ്റെ അംഗീകാരം പോലും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഒരു 1-2 മാസത്തിനകത്ത് അത് സ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഏറ്റവും കയറി ചെല്ലുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റുണ്ട്, റെഡ് ടൈപ്പ്, അത് കത്തുന്നില്ല. അവിടെ KP കനാലുള്ളൊരു പ്രദേശം കൂടിയാണ്. നിരന്തരം ഡിവൈഡറിൽ വണ്ടി ഇടിക്കുന്ന ഒരു പതിവ് കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം മാതൃഭൂമി അടക്കം, മനോരമ അടക്കം, ഏഷ്യനെറ്റ് അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സിഗ്നൽ ലൈറ്റ് കത്തിക്കുന്നതിനും മറ്റ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ഇനി കത്താത്ത ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള സോളാർ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അത് KSTPയുടെ ഉദ്യോഗസ്ഥർ വന്ന് അത് കത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാകണം. ഇന്ന് 3:30 ആയിരുന്നു ഇന്നലെ മരിച്ച അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ്. ഞങ്ങൾ അവരോട്ട് ബന്ധപ്പെട്ടിരുന്നു.